90% മുസ്ലിങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ FIR ഇട്ട ജില്ല മലപ്പുറം ജില്ല. ഇന്ത്യ മുഴുവൻ പ്രചരണം അല്ലേ? നോക്കൂ, പിണറായി വിജയൻ ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നോ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളല്ല. 6 പതിറ്റാണ്ട് കാലമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കേരളത്തിന്റെ രണ്ടാമതും മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാളാണ്. അത് ബൈക്കിൽ എന്നോട് എപ്പോ ഇങ്ങനെയാണ്. கொஞ்சம் அங்கே பாரு கண்ணா. അങ്ങനെ അത്രയും ത്രിതല സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് അവരുടെ അഭിമുഖം നടത്തുകയാണ്. ആരുടെ കൂടെ? ഈ സുബ്രഹ്മണ്യൻ കൂടെ ഇരിപ്പുണ്ട്. ഈ വിനീത് ഹാണ്ട എന്ന് പറയുന്ന പ്രധാനമന്ത്രി മോഡിക്കൊപ്പമൊക്കെ നിൽക്കുന്ന, മോഡിയുമായും ഷായുമായും ഒക്കെ അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ അടുത്ത സൗഹൃദം പുറത്തുനിന്ന് പറയപ്പെടുന്ന വിനീത് ഹാണ്ട വെറുതെ വാതിൽ തുറന്നങ്ങ് വന്ന് അവിടെ ഇരിക്കുന്നു. അവിടെ വേറെ ഇരിക്കുമല്ലോ, അതാര്? ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. ഇപ്പം മാറ്റി തരാം. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, ആരാ ഏതെന്ന് ആർക്കും അറിയില്ല. നമ്മളങ്ങ് വിശ്വസിക്കണം. രാഹുൽ, ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വിശദീകരണം ഒന്ന് നോക്കാം. ആ വിശദീകരണത്തിൽ എന്താ പറയുന്നത്? PR ഏജൻസി കൈസൺ അപ്രോച്ച് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇൻ്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. അവർ ജേർണലിസ്റ്റ് ഇൻ്റർവ്യൂഡ് ദ CM at Kerala House at 9 AM on September 29, where 2 representatives of the PR agency were also present along with the CM. ആ ഇന്റർവ്യൂവിനെ പറ്റി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എത്ര നിഷ്കളങ്കമായിട്ട് ശ്രീ ഹാഷ്മി എന്ന് പറഞ്ഞത്. നമ്മുടെ ആ തെക്കേലെ ദേവകുമാറിന്റെ മോനുണ്ടല്ലോ, ആ ദേവകുമാറിന്റെ മോൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരു അഭിമുഖം ഒന്ന് ഹിന്ദുവിന് കൊടുത്തേരെ, അവർക്കും കച്ചവടമൊക്കെ നടക്കണമല്ലോ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പൊ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, നമ്മുടെ ദേവകുമാറിന്റെ മോൻ പറഞ്ഞതല്ലേ, എന്നാ പിന്നെ ഒരു ഇന്റർവ്യൂ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തതാ. അവരും എന്നെ അംഗീകരിച്ചു, ഞാനും എന്നെ അഭിനന്ദിച്ചു, എനിക്ക് ഞാൻ തന്നെ ഒരു ട്രോഫിയൊക്കെ തന്നു. അങ്ങനെ സന്തോഷമായിരിക്കുന്നതിനിടയിൽ ഒരാൾ കയറി വന്നു. ആ കയറി വന്ന ആൾ ആരാണെന്ന് എനിക്കറിയത്തില്ല, പിന്നെ ദേവകുമാറിന്റെ മോൻ ആരാണെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും നിഷ്കളങ്കനായ ഒരു മുഖ്യമന്ത്രി. അദ്ദേഹം ഒരു കാര്യം അറിയാമെങ്കിൽ അറിയാമെന്ന് പറയും, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ പാടില്ല എന്ന് പറയാനുള്ള ആർജവും ആത്മധൈര്യം ഉള്ള ആളാണ്. എൻ്റെ ശ്രീ ഹാഷ്മി, ഇത്രയും നിഷ്കളങ്കനായ, ഈ കുട്ടിത്തം പോലും വിട്ടുമാറാത്ത നിഷ്കളങ്കതയുള്ള ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയതിനകത്ത് എൻ്റെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്ത് 3 റൗണ്ട് സല്യൂട്ട് കഴിച്ചു ശ്രീ ഹാഷ്മി. കോടാനുകോടി രൂപ RSSകാർ വില ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. സംസാരിക്കാൻ അനുവദിക്കില്ല അങ്ങോട്ട്. അപ്പൊ എങ്ങനെയാണിത്? ശ്രീ പിണറായി വിജയൻ, അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും കേരളീയ പൊതുസമൂഹത്തിന് കള്ളം പറയുന്നതിന്റെ പേരിൽ അനുനിമിഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങയെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പത്രസമ്മേളനത്തിന്റെ പ്രത്യേകത എന്താ? ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ പ്രത്യേകത പത്രസമ്മേളനമാണ്. എന്താ ഞാൻ പറയാ? അതിന് എന്താ പറയേണ്ടത്? അല്ല, ഇങ്ങള് പറ, ഞാൻ എന്താ പറയേണ്ടത്? ഇതുപോലെ ഏതൊരു PR ഏജൻസി എഴുതി കൊടുത്ത് ചിരിക്കാൻ എഴുതി കൊടുത്തിരിക്കുകയാണ്. അവിടെയാണ് മുഖ്യമന്ത്രി ശബ്ദം ഇട്ടിട്ട് ചിരിക്കാൻ പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചിരിക്കും. മുഖ്യമന്ത്രി എന്ത് ചെയ്യും? ചിരിക്കാൻ പറയുമ്പോൾ നാടക നടന്മാരൊക്കെ അഭിനയിക്കുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച് കാണിക്കും. അതുപോലെ ഒരു പൊട്ടൻ. അപ്പൊ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് മുഖ്യമന്ത്രിയെ ചാമ്പുകയാണോ എന്ന് മാത്രമാണ് നമുക്ക് ആ വിഷയത്തിനകത്ത് അറിയേണ്ടത്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രമാദമായ സ്വർണ്ണക്കടത്ത് 100 ദിവസത്തിലധികം ഒരു IAS ഉദ്യോഗസ്ഥൻ ജയിലിൽ കിടന്ന സ്വർണ്ണക്കടത്ത് ആ സ്വർണ്ണക്കടത്തിൽ ജയിലിൽ കിടന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കരൻ. എല്ലാറ്റിലേക്കൊന്നും ഞാനിപ്പോ പോണ്ടല്ലോ. ആ അഭിമുഖത്തിൽ മാത്രമാണോ ശ്രീ പിണറായി വിജയന്റെ RSS ബാന്ധവരിക്കുന്നത്? ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. അജിത് കുമാർ പിണറായി വിജയനോട് പറയും,
തില്ലങ്കേരി തൊട്ട് ഹൊസബല്ലെ വരെയുള്ള RSS നേതാക്കന്മാരെ കണ്ടത് ഞാനാണ് വിജയ. അപ്പൊ തിരിച്ച് പിണറായി വിജയൻ പറയുന്നു അതിനുള്ള സഹായം ചെയ്തു തന്നത് ഞാനാണ് അജിത്തെ. അപ്പോൾ വീണ്ടും അജിത് കുമാറിന്റെ ഡയലോഗ്, അജിത് കുമാർ എന്താ പറയുന്നത്, ഞാൻ RSS ഒരുപാട് സഹായിച്ചിരുന്നു വിജയ. അപ്പൊ തിരിച്ച് വിജയന്റെ മാസ് മറുപടി, ഞാൻ RSSനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അജിത്തെ എന്ന്. ഇയാറും വേണ്ട, അദ്ദേഹം PVM അല്ല. ഈ ഒരു നല്ല മനുഷ്യനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ പത്രങ്ങൾ നടത്തുന്ന ഓരോ കോപ്രായങ്ങൾ കാണുമ്പോഴല്ലോ സത്യത്തിൽ ഛർദ്ദിക്കാൻ വരികയാണ്. ഇത്രയും നിഷ്കളങ്കനായ, ഇത്രയും ആർജവമുള്ള, ഇത്രയും സൽഗുണ സമ്പന്നനായ, ധീരോദാത്തൻ, അതിപ്രതാപവാൻ, ഗുണവാൻ എന്ന് പറയാവുന്ന നമ്മുടെ അഖില കേരള ചക്രവർത്തി, കേരള മഹാരാജാവ് സഖാവ് പിണറായി വിജയനെ കുറിച്ച് അപവാദം പറയുന്ന എല്ലാവരും ഇടിപെട്ടുള്ളൂ. ഞാൻ നിരപരാധിയാണല്ലോ, സത്യം തെളിയും, സത്യമേത ജഗതേ ജയഹേ ജനതേ എന്നൊക്കെ പറയുന്നു ഞാൻ. കാരണം സംഭയാമി യുഗേ യുഗേ, സംഭവിക്കാതിരിക്കുന്നത് സംഭവിക്കാനേ ചെയ്യും. എന്നെ അനുഗ്രഹിക്കണം.